ഇങ്ങനെയുള്ള റീൽസ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓക്കെ, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? നമ്മളെ ഒരു ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇന്ന ആളല്ലേ, കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലും കിട്ടുന്ന സപ്പോർട്ടാണോ അതോ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്? അങ്ങനെ കമന്റ്സ് നെഗറ്റീവ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെസ്സേജ് മാത്രമേ അയക്കാറുള്ളൂ നമ്മുടെ ഇൻസ്റ്റയില്, ഇൻബോക്സിൽ. അത് അല്ലാതെ ഹേറ്റ് കമന്റ് അങ്ങനെയുള്ളതൊന്നും ഇൻബോക്സിൽ വരാറില്ല. കമന്റ്സിൽ പിന്നെ വരാറുണ്ട്. നമ്മള് പിന്നെ അത് ഭയങ്കര ഞാൻ നോക്കാൻ പോലും ഇല്ല കമന്റ്സ്. എല്ലാ കാര്യമൊന്നുമില്ല. അപ്പോ ശരിക്കും ആര്യ എന്താ ചെയ്യുന്നേ? ഞാൻ CA ഫൈനൽ ചെയ്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ആണ്, ഓക്കെ. അപ്പൊ എവിടെ സ്ഥലം രണ്ടുപേരുടെയും? എന്റെ നൂറനാട്. എന്റെ പത്തനംതിട്ട. അപ്പം ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും ഭാര്യയുടെ പറഞ്ഞു, ഗൗതം എന്താ ചെയ്യുന്നേ? ഞാൻ സലോണാണ് എനിക്ക് പത്തനംതിട്ടയില് യൂണിസെക്സ് സലോണാണ്. അവിടെയാണ് ഞാനാണ് ഇത് നോക്കുന്നതും ഞാൻ ചെയ്യാറുമുണ്ട്. ഹെയർ കട്ടും കാര്യങ്ങളും, ഹെയറിന്റെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്യാറുമുണ്ട്. ഓക്കെ, ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹെയർ മാത്രം, അല്ലാതെ ബാക്കി കോസ്മെറ്റിക്സ് അതൊന്നുമില്ല, ഹെയർ മാത്രം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിച്ചത്, സാധാരണ ഞാൻ ഒരുപാട് കപ്പിൾസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അവര് ചെയ്യുന്നത് മറ്റ് വേറൊരു തരത്തിലുള്ള വീഡിയോസ് ആണ്. ഇപ്പം ഒരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള വീഡിയോസ് ആണ്. നിങ്ങളുടെ ഏറ്റവും കൂടുതലും വീഡിയോസ് ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോഴും ഒരു ഡബിൾ മീനിങ് അതിനകത്ത് പതുങ്ങിയിരിപ്പുണ്ട്. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റിന്റെ പിന്നിൽ ആരാണ്? ഞാൻ തന്നെ. അല്ല, എന്താണ് അത് ആക്ച്വലി? അങ്ങനെ ഒരു അതെന്താന്ന് വെച്ചാല്, ഇതുപോലെ നമ്മള് ഒരു 1 year മേളിൽ ആവുന്നേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. 1 year ആവുന്നു. 1 year ഒന്നും, ഒരു മാസം 3 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ, 1 വർഷം 3 മാസമൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരേ ടൈപ്പ്, കപ്പിൾസ് ആണെങ്കിൽ എല്ലാവരും ഒരേ ടൈപ്പ് കണ്ടന്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഈ ഭാര്യയെ പേടിച്ച് നടക്കുന്ന ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി മേടിക്കുന്നു, അങ്ങനെയുള്ള. പിന്നെ ഭർത്താവ് എന്താണ്, ജോലി കഴിഞ്ഞ് വരുമ്പം ഭാര്യ വീട്ടു പരിപാടി ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നു. ഞാനോട് പറഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ഒന്നും വേണ്ട. പിന്നെ ഞാൻ വെച്ചാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഒരു ഡബിൾ മീനിങ് ആകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും റീച്ചും വ്യൂസും ആണല്ലോ വേണ്ടത്. മസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ട് 10 പേര് കാണണം, 10 പേര് പുറത്തോട്ടിറങ്ങുമ്പോൾ അറിയണം, നമ്മളോട് സംസാരിക്കണം, അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കുറവാണ് ഇപ്പൊ. എനിക്കൊന്ന് പിന്നെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയില് വൈറലാകാൻ കുറെ ആളുകൾ ഇപ്പൊ ഈ കണ്ടന്റ് എടുത്തു തുടങ്ങുന്നു. നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇല്ല. മലയാളീസ് ഇല്ല, പുറത്തോട്ടൊക്കെ ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ഇല്ല, എന്റെ അറിവിലില്ല. ഇപ്പൊ ഒക്കെ പിന്നെ ആയി വരുന്നുണ്ട്.